വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാങ്കിങ്ങിൻ്റെ 8ാമത് ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ് പറഞ്ഞത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്നും അത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇന്ന് ആദ്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇൻ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സെക്ഷൻ 4 പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ പ്രോ നോട്ട് എന്ന് പറയും. സെക്ഷൻ 5 ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 6 ചെക്കാണ്. ഈ സെക്ഷൻ 6-ൽ തന്നെ 6A എന്ന് പറയുന്ന സബ്സെക്ഷൻ എയിൽ ഇലക്ട്രോണിക് ചെക്കിനെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ ട്രങ്കേറ്റഡ് ചെക്കിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 6 ചെക്കാണ്. സെക്ഷൻ 8 എന്ന് പറയുന്ന ഹോൾഡറിനെ പറ്റിയാണ് പറയുന്നത്, ഹോൾഡർ. അതുപോലെ സെക്ഷൻ 9-ൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 10-ൽ പേയ്മെൻറ്റ് ഇൻ ദ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 11 പറയുന്നത് ഇൻലൻഡ് ബില്ലിനെ പറ്റിയാണ്, ഇൻലൻഡ് ബില്ലിനെ പറ്റിയാണ്. സെക്ഷൻ 12 എന്ന് പറയുന്നത് ഫോറിൻ ബില്ലിനെ പറ്റിയാണ്. സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പറ്റി വിശദീകരിച്ച് പറയുന്നു. സെക്ഷൻ 14 പറയുന്നത് നെഗോഷിയേഷനെ പറ്റി പറയുന്നു. സെക്ഷൻ 14-ൽ നെഗോഷിയേഷൻ. സെക്ഷൻ 15-ൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. സെക്ഷൻ 18 where the amount settled different and words, where the amount settled different in and words അതിനെപ്പറ്റിയാണ് സെക്ഷൻ 18-ൽ പറയുക. സെക്ഷൻ 19-ൽ ഇൻസ്ട്രുമെൻ്റ് പേയബിൾ അറ്റ് ഡിമാൻഡ്. സെക്ഷൻ 22-ൽ മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ദ ബിൽ. മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ദ ബില്ലിനെ പറ്റിയാണ് സെക്ഷൻ 22-ൽ പറയുക. സെക്ഷൻ 25-ൽ വെൻ മെച്യൂരിറ്റി ഡേ ഈസ് ഹോളിഡേ. മെച്യൂരിറ്റി ഡേ ഒരു ഹോളിഡേ ആയിട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് സെക്ഷൻ 25-ൽ പറയുന്നു. സെക്ഷൻ 30-ൽ ലയബിലിറ്റി ഓഫ് ദ ഡ്രോയറുടെ ലയബിലിറ്റിയെ പറ്റി പറയുന്നു. അതുപോലെ സെക്ഷൻ 31-ൽ ലയബിലിറ്റി ഓഫ് ഡ്രോയിയുടെ ലയബിലിറ്റിയെ പറ്റി പറയുന്നു. സെക്ഷൻ 49-ൽ കൺവേർഷൻ ഓഫ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ഇൻ എൻഫോഴ്സ്മെൻറ്റ് അതിനെപ്പറ്റിയാണ് സെക്ഷൻ 49-ൽ പറയുക. അതുപോലെ സെക്ഷൻ 52-ൽ പറയുന്നത് സാൻസ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെൻറ്റ് തന്നെ പലതരം ഉണ്ട്. അതിൽ സാൻസ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെൻറ്റിനെ പറ്റിയാണ് സെക്ഷൻ 52-ൽ പറയുക. സെക്ഷൻ 56-ൽ പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്നു. അതുപോലെ 85-ൽ ചെക്ക് പേയബിൾ അറ്റ് ഡിമാൻഡ്. അതുപോലെ 85A-ൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണെന്ന് പറയുന്നു. 87-ൽ എഫക്റ്റ് ഓൺ മെറ്റീരിയൽ ആൾട്ടറേഷനെ പറ്റി പറയുന്നു. 87-ലാണ് എഫക്റ്റ് ഓൺ മെറ്റീരിയൽ ആൾട്ടറേഷനെ പറ്റിയാണ് പറയുക. 99-ലാണ് നോട്ടിങ്ങിനെ പറ്റി പറയുക. 99, 100-മാണ് നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിങ്ങും. 99-ൽ നോട്ടിങ്, സെക്ഷൻ 100-ൽ പ്രൊട്ടസ്റ്റിങ്. സെക്ഷൻ 123-ൽ ചെക്ക് ക്രോസ്ഡ് ജനറൽ, അതായത് ക്രോസിങ്, ജനറൽ ക്രോസിങ്, സ്പെഷ്യൽ ക്രോസിങ്, അങ്ങനെ ക്രോസിങ് ഉണ്ട്. അതിൽ സെക്ഷൻ 123-ൽ ജനറൽ ക്രോസിങ്ങിനെ പറ്റി പറയുന്നു. സെക്ഷൻ 124-ൽ സ്പെഷ്യൽ ക്രോസിങ്ങിനെ പറ്റിയും പറയുന്നു. സെക്ഷൻ 125-ൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്രോസ് ചെക്ക്. 127-ൽ ഡബിൾ ക്രോസിങ്ങിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 128-ൽ പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ. 131 പ്രൊട്ടക്ഷൻ ടു കളക്ടിങ് ബാങ്കർ. 130-ൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിനെ പറ്റിയാണ് 130 സെക്ഷൻ പറയുക. 138-ൽ ബൗൺസിങ് ഓഫ് ചെക്ക്, ഇതാണ് 138 പറയുക. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ ഇതിലെ സെക്ഷൻ 4-ൽ പറയുന്ന പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്
എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോമിസറി നോട്ടിനെ പറ്റി സെക്ഷൻ 4, 5, 6 അങ്ങനെ 3 സെക്ഷനുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പറയുക. സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. ഇത് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി ഓരോന്നിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് എടുക്കേണ്ട എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് നോക്കാം. സെക്ഷൻ 4 പ്രോമിസറി നോട്ടിനെ പറ്റി പറയുക. സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന എന്താണ്? സെക്ഷൻ 4 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് defines a promissory note is an instrument in writing containing an unconditional undertaking signed by the maker to pay a certain sum of money to or to the order of a certain person or to the bearer of the instrument എന്നാണ് ഈ 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 4 ഈ പ്രോമിസറി നോട്ടിനെ പറ്റി നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിർവചനത്തിൽ പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അത് എഴുതപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ ഇത് ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്, ഇതൊരു ഓർഡർ അല്ല. മനസ്സിലായില്ലേ? ഇത് ഒരു അണ്ടർടേക്കിംഗ് ആണ്. എന്താണ് ആ അണ്ടർടേക്കിങ്ങിൽ പറയുന്നത്? സൈൻഡ് ബൈ ദ മേക്കർ. ഇത് ഒപ്പിട്ടിരിക്കുന്നത് ആ എഴുതുന്ന ആൾ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. പ്രോമിസറി നോട്ട് എഴുതുന്ന ആരാണോ ആ മേക്കർ തന്നെയാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. എന്നിട്ട് ടു പേ എ സർട്ടൻ സം ഓഫ് മണി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ആൾ നിർദ്ദേശിക്കുന്ന ആർക്കാണോ അല്ലെങ്കിൽ ഇത് കൊണ്ടിരുന്ന ആർക്കോ ഇതിൽ പറഞ്ഞിരിക്കുന്ന തുക കൊടുത്തുകൊള്ളാം എന്ന് എഴുതി പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എഴുതുന്നയാൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ആൾ തന്നെയാണ് പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത്. ആ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നയാളെയാണ് മേക്കർ എന്ന് പറയുക. ഇപ്പോൾ പ്രോമിസറി നോട്ടിലെ പാർട്ടീസ് എന്ന് പറയുന്നത് ദർ ആർ 2 പാർട്ടീസ് ഇൻ എ പ്രോമിസറി നോട്ട്, മേക്കർ ആൻഡ് പേയി. 2 പേരാണ് പ്രോമിസറി നോട്ടിലെ കക്ഷികൾ. ഒന്ന് മേക്കർ, മറ്റൊന്ന് പേയി. അപ്പം ആരാണോ മേക്കർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം വാങ്ങിയ ആളാണ്. ആളെ നമ്മൾ പറയുന്നത് ഡ്രോയർ എന്നാണ്, കടം വാങ്ങിയ ആൾ. അപ്പം ദി മേക്കർ ഓർ ഡ്രോയർ ഓർ പ്രോമിസർ. അപ്പം അങ്ങനെ നമുക്ക് ഈ ഇതെഴുതിയ ആളെ തന്നെ മേക്കർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രോയറാണ്, പ്രോമിസറുമാണ്, പ്രോമിസ് ചെയ്തിരിക്കുന്ന ആളുമാണ്. അപ്പോൾ മേക്കർ ഓർ ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹൂ മേക്സ് ഓർ ഡ്രോസ് പ്രോമിസറി നോട്ട്സ്. അത് എഴുതുന്നയാളാണ്. ഇനി രണ്ടാമത്തെ കക്ഷി പേയിയാണ്. പേയി ഓർ പ്രോമിസി. പേയി ഓർ ദ പ്രോമിസി ഈസ് എ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ പ്രോനോട്ട് ഈസ് ഡ്രോൺ. ആരുടെ പേർക്കാണോ പ്രോനോട്ട് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് എഴുതുന്നത് ആ ആളെയാണ് നമ്മൾ രണ്ടാമത്തെ ആൾ, അതായത് മേക്കറല്ല പേയി എന്ന് പറയും. ആർക്കാണോ കടം കൊടുക്കാനുള്ള ആൾ ക്രെഡിറ്ററാണ്. ഇപ്പം ഡെറ്ററും ക്രെഡിറ്ററും, ഇവിടെ ഡെറ്റർ എന്ന് പറയുന്ന ആളാണ് പ്രോമിസർ അല്ലെങ്കിൽ മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട്, എഴുതി തയ്യാറാക്കുന്ന ആളാണ്. ഇനി കടം ആരിൽ നിന്ന് വാങ്ങി ആർക്കാ തിരിച്ചു കൊടുക്കാനുള്ള ആളാണ് ക്രെഡിറ്റർ. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ പ്രോമിസറി നോട്ടിലെ പേയി എന്ന് പറയുന്നത്. അപ്പം മേക്കറും പേയും ക്ലിയർ ആയല്ലോ. ഈ 2 കക്ഷികളാണ് പ്രോമിസറി നോട്ടിലുള്ളത്. കാര്യം ഇത് നമുക്ക് ബില്ലും ചെക്കിനെ പറ്റിയൊക്കെ വരുമ്പോൾ ഈ പാർട്ടീസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം, അപ്പോൾ സംശയങ്ങൾ വരാം. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റ് ഭാഗങ്ങൾ വരുമ്പോൾ ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ 2 പാർട്ടീസാണ് പ്രോമിസറി നോട്ടിലുള്ളത്, മേക്കർ ആൻഡ് പേയി. ആരാണോ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുള്ളത് ആളാണ് മേക്കർ എന്ന് പറയുന്ന ആൾ. ഈ ഇതെഴുതുന്ന ആളാണ്, അതുകൊണ്ടാണ് മേക്കർ എന്ന് വിളിക്കുക. പ്രോമിസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് പ്രോമിസർ എന്ന് വിളിക്കുക. ആളാണ് കടക്കാരൻ, കടം കൊടുക്കാനുള്ളയാൾ, ആ ഡെറ്റർ.
ഇനി ആർക്കാണോ കടം കൊടുക്കുന്ന ആളാണ് പേയി, രണ്ടാമത്തെ കക്ഷി. പേയി എന്ന് പറയുന്ന ആളാണ് പ്രോമിസി എന്ന് നമ്മൾ വിളിക്കും. ഇനിയും ഈ ബില്ല്, ഈ പ്രോമിസറി നോട്ട് ഈ പേയ്ക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പം ആരാണോ കൈമാറ്റം ചെയ്യുന്ന ആൾ എൻഡോഴ്സറാകും, ആർക്കാണോ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന ആൾ എൻഡോഴ്സ് ചെയ്യാവും. അപ്പോൾ ഈ എൻഡോഴ്സി എന്ന് പറയുന്ന ആളായിരിക്കും പ്രോമിസറി നോട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ എൻഡോഴ്സിയെ നമ്മൾ ഹോൾഡർ എന്ന് വിളിക്കും. അപ്പോൾ ഹോൾഡർ ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ പ്രോമിസറി നോട്ട് ഈസ് എൻഡോഴ്സ്ഡ്. ഹി ക്യാൻ ബി ദ പേയ്. മനസ്സിലായോ? അപ്പോൾ ആളാണ് പേയ് അവിടെ. കാര്യം ഈ പേയുടെ കയ്യിൽ നിന്ന്, ഒന്നാമത്തെ പേയുടെ കയ്യിൽ നിന്ന് ഇത് മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ മേക്കർ ആ സമയത്ത് പണം കൊടുക്കേണ്ടത് ആർക്കാണ്? ഇത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് ആ ഹോൾഡർക്കാണ്. ആ ഹോൾഡർ വീണ്ടും എൻഡോഴ്സ് ചെയ്ത് വേണേൽ കൊടുക്കാം മറ്റൊരാൾക്ക്. അപ്പോൾ അത് ആരെ കൈവച്ചുകൊണ്ടിരിക്കുന്നു ആളാണ് അവിടുത്തെ പേയി, അല്ലെങ്കിൽ എൻഡോഴ്സി എന്ന് പറയുന്നത് ആ ഹോൾഡറാണ്. അപ്പോൾ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡർ ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ പ്രോമിസറി നോട്ട് ഈസ് എൻഡോഴ്സ്. ആർക്കാണോ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന പ്രോമിസറി നോട്ട് ആളാണ് അവിടുത്തെ ഹോൾഡർ എന്ന് പറയുക. അപ്പോൾ പ്രോമിസറി നോട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ പ്രോമിസറി നോട്ട് പ്രോപ്പർലി സ്റ്റാമ്പഡ് ആയിരിക്കണം. അതിൽ റവന്യൂ സ്റ്റാമ്പൊക്കെ മതിയായ റവന്യൂ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഒപ്പിട്ടിരിക്കണം ആര്? മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട്. അതിനകത്ത് ആ ഡെഫിനിഷനകത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്, സൈൻഡ് ബൈ ദ മേക്കർ എന്ന് പറയുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഇത് ഒരു കോപ്പി തയ്യാറാക്കിയിട്ട് ആണിത് പേയ്ക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ പ്ലേസ്, ഡേറ്റ്, പ്ലേസ്, അതുപോലെ നമ്പർ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. പ്രോമിസറി നോട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. എന്തെല്ലാം സെക്ഷൻസാണ് ഈ 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ വരുന്നത്. ആ സെക്ഷനുകളെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളായ 4, 5, 6, അതായത് സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബില്ല്, സെക്ഷൻ 6 ചെക്ക്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലാദ്യത്തെ സെക്ഷൻ 4 എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടാണ്. ആ പ്രോമിസറി നോട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ ഡെഫിനിഷൻ, അതിലെ പാർട്ടീസ്, അവരാരൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് പ്രോമിസറി നോട്ടിൽ. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആയിട്ട് കാണാം. ഓക്കെ.